കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും പുതിയ ദിശയിലേക്ക് കൈപിടിച്ചു നടത്തുന്ന തരത്തിലുള്ള സുപ്രധാന ശ്രമങ്ങളാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തുന്നത്. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലഘട്ടത്തിൽ വഷളായിരുന്ന ഉഭയകക്ഷി ബന്ധങ്ങളെ പ്രായോഗികവും സാമ്പത്തികപരവുമായ സമീപനത്തിലൂടെ പുനരുജ്ജീവിപ്പിക്കാനാണ് കാർണി ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും വോട്ട് ബാങ്ക് കണക്കുകൂട്ടലുകളെയും മറികടന്ന് ദീർഘകാല ദേശീയ താൽപര്യങ്ങൾക്കാണ് പുതിയ ഭരണകൂടം മുൻഗണന നൽകുന്നതെന്ന സന്ദേശമാണ് ഒട്ടുമിക്ക നീക്കങ്ങളും നൽകുന്നത്. 2023 സെപ്റ്റംബറിൽ ഖലിസ്ഥാനി പ്രവർത്തകനായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന ഗുരുതര ആരോപണം ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ചതോടെയാണ് ബന്ധത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇരു രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തു. ഇന്ത്യ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതും ബന്ധത്തിൽ കൂടുതൽ പിളർപ്പ് സൃഷ്ടിച്ചു. തുടർന്ന് 2024 ഒക്ടോബറിൽ കാനഡയിലെ അക്രമാസക്ത കുറ്റകൃത്യങ്ങളിൽ, പ്രത്യേകിച്ച് ലോറൻസ് ബിഷ്നോയി സംഘവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണവും ട്രൂഡോ ആവർത്തിച്ചതോടെ പ്രശ്നം കൂടുതൽ രൂക്ഷമായി. ഇതോടെ ഇന്ത്യ കാനഡ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വഴുതിപ്പോയെന്നാണ് വിലയിരുത്തൽ. 2025 മാർച്ചിൽ അധികാരമേറ്റ മാർക്ക് കാർണി വെറും 10 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയത് ശ്രദ്ധേയമാണ്. ഈ കൂടിക്കാഴ്ചകൾ വെറും സൗഹൃദ സംഭാഷണങ്ങൾ മാത്രമല്ല, വ്യാപാരം, ഊർജ്ജ സുരക്ഷ, സുരക്ഷാ സഹകരണം, സാങ്കേതിക പങ്കാളിത്തം തുടങ്ങിയ നിരവധി മേഖലകളിൽ പുരോഗമനപരമായ ചർച്ചകൾക്ക് വാതിൽ തുറന്നവയായിരുന്നു. ഹൈക്കമ്മീഷണർമാരെ പുനഃസ്ഥാപിക്കുന്നതിലും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ആരംഭിക്കുന്നതിലും കാർണി സർക്കാർ മുൻകൈയെടുത്തു. ഇന്ത്യക്കെതിരെയുള്ള പഴയ ആരോപണങ്ങളിൽ നിന്ന് ക്രമേണ പിന്മാറിയതും മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹവൂർ റാണയുടെ പൗരത്വം റദ്ദാക്കിയതും ഇന്ത്യയുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള നീക്കങ്ങളായി വിലയിരുത്തപ്പെടുന്നു. 2030 ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുക എന്നത് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യമാണ്. നിലവിലെ വ്യാപാര വോളിയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വലിയ ഉയർച്ചയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. യുറേനിയം വിതരണം, ഇന്ത്യയുടെ ആണവ വൈദ്യുതി പദ്ധതികൾക്ക് പിന്തുണ, LNG കയറ്റുമതി, ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തൽ, നിർണായക ധാതുക്കൾ, ഇലക്ട്രിക് വാഹനങ്ങളും സെമി കണ്ടക്ടർ മേഖലയുമായി ബന്ധപ്പെട്ട സഹകരണം, കാർഷിക ഉൽപ്പന്നങ്ങളും ഭക്ഷ്യസുരക്ഷയും, IT, സ്റ്റാർട്ടപ്പ്, ഫിൻടെക് മേഖലകളിൽ പങ്കാളിത്തം. കാനഡയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം സംഭരണികളിൽ ഒന്നുണ്ട്. ഇന്ത്യയുടെ ആണവോർജ്ജ വികസന ലക്ഷ്യങ്ങൾ ഇത് നിർണായക പിന്തുണയേകിയേക്കും. അതുപോലെ ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ നിർണായക ധാതുക്കളുടെ വിതരണത്തിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയ തീരുവ നയങ്ങളും കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമെന്ന് വിശേഷിപ്പിച്ചതും ഒട്ടാവയെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചുവെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയിലുള്ള അമിത ആശ്രയത്വം കുറയ്ക്കുകയും ഏഷ്യയിലെ വലിയ വിപണികളുമായി സുസ്ഥിര ബന്ധം സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് കാനഡയുടെ സാമ്പത്തിക ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയെ ഒരു വിശ്വസ്തവും വേഗത്തിൽ വളരുന്ന വിപണിയുമായി കാനഡ കാണുന്നത്. ഇന്ത്യക്ക് വടക്കേ അമേരിക്കയിൽ തന്ത്രപ്രധാനമായ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള അവസരവുമാണിത്. ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ആഭ്യന്തര വിദേശകാര്യ മന്ത്രിമാരും തമ്മിലുള്ള നിരന്തര സമ്പർക്കം കാർണി സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അതിർത്തി മുറിച്ച് പ്രവർത്തിക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ, പ്രതികളെ കൈമാറുന്നതിൽ കൂടുതൽ സഹകരണമുണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നു. രാഷ്ട്രീയ തർക്കങ്ങളെക്കാൾ പ്രായോഗിക സുരക്ഷാ സഹകരണം മുൻനിർത്തുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. പരസ്പര വിശ്വാസം പുനർനിർമ്മിക്കാനുള്ള അടിസ്ഥാന ഘട്ടത്തിലൂടെയാണ് ഇരു രാജ്യങ്ങളും കടന്നു പോകുന്നത്. ഇന്ത്യ സന്ദർശനത്തിനിടെ പഞ്ചാബ് സംസ്ഥാനത്തെ ഒഴിവാക്കിയ കാർണിയുടെ തീരുമാനം ശ്രദ്ധേയമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. കാനഡയിലെ സിഖ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ വിദേശ നയങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചനയാണിത്. ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള കൃത്യമായ നയതന്ത്ര കണക്കുകൂട്ടലാണ് ഇതെല്ലാം. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ വക്കിലാണ്. വിശ്വാസക്കുറവും ആരോപണങ്ങളും നിറഞ്ഞ ഘട്ടത്തിൽ നിന്ന് സാമ്പത്തിക സഹകരണവും തന്ത്രപ്രധാന പങ്കാളിത്തവും ആധാരമാക്കിയ പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുന്നുവെന്നതാണ് സൂചന. ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ, പ്രതിരോധം, വിദ്യാഭ്യാസം, കുടിയേറ്റം എന്നീ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കാനായാൽ ഇത് ഇരു രാജ്യങ്ങൾക്കും ദീർഘകാല ഗുണം ചെയ്യും. ചുരുക്കത്തിൽ, വികാരപരമായ രാഷ്ട്രീയ പ്രസ്താവനകളേക്കാൾ പ്രായോഗിക താൽപര്യങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു നയതന്ത്ര ശൈലിയാണ് മാർക്ക് കാർണി പിന്തുടരുന്നത്. ഈ സമീപനം സ്ഥിരതയോടെ മുന്നോട്ടു പോയാൽ ഇന്ത്യ കാനഡ ബന്ധം അടുത്ത ദശകത്തിൽ കൂടുതൽ ശക്തവും ബഹുമുഖവുമായ പങ്കാളിത്തമായി മാറാനിടയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.